2024 ഡിസംബർ 31. ഇപ്പോൾ സമയം രാവിലെ 5:30. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു AC ബസ് ഇതാ നമുക്ക് വേണ്ടി വാഴക്കുളത്തെ വക്കച്ചമ്പാപ്പൻ്റെ വീടിന് മുൻപിൽ കാത്തു നിൽക്കുന്നു. എങ്ങോട്ടാണെന്നല്ലേ? അതെ, പുളിയങ്കുന്നിൽ കുടുംബത്തിൻ്റെ ആദ്യത്തെ കുടുംബ കൂട്ടായ്മ ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ ബസ് നമ്മുടെ കുടുംബയോഗം നടക്കുന്ന സ്ഥലമായ ആലപ്പുഴയിലുള്ള പള്ളാത്തുരുത്തിയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയും ഭക്തിഗാനങ്ങളും അതോടൊപ്പം ചെറിയ ചെറിയ ഡാൻസുകൾക്ക് സ്റ്റെപ്പ് വെച്ചും കുടുംബാംഗങ്ങൾ എല്ലാവരും സന്തോഷത്തിൽ ഇതാ നമ്മൾ പതിയെ മുന്നോട്ട് നീങ്ങുന്നു. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ ആത്മസ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും ഇത്രയേറെ സ്നേഹമേവാ ഇപ്പോൾ സമയം രാവിലെ 7:30. നമ്മൾ ഏറ്റുമാനൂരിൽ എത്തിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ കടന്നു വന്ന വഴിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. 1986 നമ്മൾക്കാർക്കും മറക്കാനാവാത്ത ഓർമ്മകൾ വാക്കിവെച്ചാണ് നമ്മുടെ ഇച്ചാച്ചൻ യാത്രയായത്. നീണ്ട 34 വർഷങ്ങൾക്ക് ശേഷം 2020 മാർച്ച് 19 നമ്മുടെ ഇച്ചാച്ചൻ്റെ ചരമദിവസമായ അന്ന് ഇച്ചാച്ചനെയും അമ്മിച്ചയെയും കുറിച്ചുള്ള ഒരു ഫിലിം നിർമ്മിക്കുകയും അതോടൊപ്പം നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയും അപ്ഡേറ്റ് ചെയ്യുകയും ഉണ്ടായി. അതായിരുന്നു നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മയിലേക്കുള്ള യാത്രയുടെ ആരംഭം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുടുംബത്തിൻ്റെ താഴ്വേര് തേടി യാത്ര ചെയ്ത പലരും നമ്മുടെ ഈ കുടുംബത്തിലും ഇതിലെ മറ്റു ശാഖകളിലുമുണ്ട്. അതിലെ പ്രധാനിയാണ് നമ്മുടെ കുടുംബാംഗമായ ജോസ് ജോസഫ്. അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ കുടുംബ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇടയാക്കി. അതിൻ്റെ തുടർച്ചയായി പിന്നീട് നമ്മൾ ഫാമിലി ട്രീ ഉണ്ടാക്കുകയും നമ്മുടെ 5 പിതാക്കന്മാരുടെയും ജീവിതയാത്രയെ ചിത്രീകരിച്ച് വീഡിയോകൾ നിർമ്മിക്കുകയും ചെയ്തു. നമ്മുടെ കുടുംബത്തിലുള്ളവരെ കൂട്ടിയിണക്കുവാൻ ഇന്നത്തെ ടെക്നോളജിക്കുള്ള പങ്ക് എടുത്തു പറയേണ്ടതാണ്. 2014 അനീഷ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും അതിൽ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ചേർക്കുകയും ഉണ്ടായി. മെയ് 2, 2020 നമ്മൾ ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഒരു ഫാമിലി കമ്മിറ്റി രൂപീകരിച്ചു. മെയ് 7, 2020 നമ്മളുടെ വീഡിയോകളുടെ എണ്ണം കൂടിയപ്പോൾ പുളിയങ്കുന്നേൽ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു. ജൂൺ 5, 2020 നമ്മൾ ഒരു ഫാമിലി ലോഗോ മത്സരം സംഘടിപ്പിക്കുകയും അതിൽ ഏറ്റവും മികച്ച ലോഗോ തിരഞ്ഞെടുത്ത് കുടുംബത്തിൻ്റെ ഔദ്യോഗിക മുദ്രയായി തീരുമാനിക്കുകയും ചെയ്തു. നമ്മുടെ ലോഗോയുടെ ടാഗ് ലൈനായ യുണൈറ്റഡ് ബൈ റൂട്ട്സ് ത്രൂ ഫെയ്ത്ത് അതിലുറച്ചാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് നീങ്ങുന്നത്.
അതിനുശേഷം നമ്മൾ എല്ലാവരും ചേർന്നൊരുക്കിയ കോവിഡ് കാലത്തെ ഓണാഘോഷം. നിറമറയും നിലവിളക്കും തുമ്പപ്പൂക്കളും ഒരുപിടി നല്ല ഓർമ്മകളും മനസ്സിൽ നിറച്ച് വീണ്ടും ഒരു ഓണം വന്നെത്തി. ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമായി എന്നും നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കുന്നു. അത് നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവർ മുതൽ കുഞ്ഞുങ്ങൾ വരെയുള്ള എല്ലാവരെയും നമ്മുടെ കുടുംബത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു. ഓണം വന്നോണം വന്നോണം വന്നേ, പൊന്നോണം വന്നേ, ഓണം വന്നോണം വന്നോണം വന്നേ, പൊന്നോണം വന്നേ, നാടിന്റെ ഐശ്വര്യം. പിന്നീട് അങ്ങ് മത്സരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. മരിയൻ ഭക്തിഗാന മത്സരം, ജിംഗിൾ ബെൽസ്, ഡാൻസ്, പുൽക്കൂട്, ഫോട്ടോഗ്രാഫി, പെയിന്റിംഗ്, ചിത്രരചന എന്നിങ്ങനെ വിവിധ ഇനം മത്സരങ്ങളിൽ നമ്മൾ സംഘടിപ്പിച്ചു. കൊറോണയെ പേടിച്ച് ജനങ്ങൾ അകന്നു നിന്ന സമയത്ത് ഇങ്ങനെയുള്ള മത്സരങ്ങളിലൂടെയും പ്രോഗ്രാമുകളിലൂടെയും പുളിയങ്കുന്നേൽ കുടുംബത്തിലുള്ളവർ അകലെയിരുന്ന് അടുക്കുകയായിരുന്നു. ജൂലൈ 7, 2020 നമ്മളുടെ കുടുംബത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർച്ച് 17, 2021 പുളിയങ്കുന്നേൽ.com എന്ന ഡൊമൈൻ നമ്മൾ കരസ്ഥമാക്കി. പിന്നീട് ഡിസംബർ 7, 2022 നമ്മളുടെ ഫാമിലി വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്തു. ഈ മൈൽ സ്റ്റോണുകൾ എല്ലാം കടന്നാണ് ഇന്ന് 2024 ഡിസംബർ 31 നമ്മൾ എല്ലാവരും ആദ്യത്തെ പുളിയങ്കുന്നേൽ കുടുംബ കൂട്ടായ്മയുടെ ഈ യാത്രയിൽ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനാ, നമുക്കങ്ങ് തുടങ്ങിയാലോ? കുട്ടനും കന്തിരി കെട്ടിക്കും നാച്ചുകൊണ്ടുണ്ടായ കല്യാണം, കുട്ടനും നന്ദിനി കെട്ടിക്കും നാച്ചുകൊണ്ടുണ്ടായ കല്യാണം. താനുമാരം വേണം, കയ്യിൽ വേണം, പിന്നെ ആശാന്റെ കാപ്പു വേണം. നാദസ്വരം വേണം, കയ്യിൽ വേണം, പിന്നെ ആശാന്റെ കാപ്പു വേണം. വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി, മലത്തേൻ കിളി. അമ്മായും വിളയ്ക്കാതു ഉയിരില്ലയേ, അമ്മാവൈ വണങ്ങാതു ഉയർന്നയേ. എല്ലാ അമ്മമാർക്കും വേണ്ടി തീരുമാനം. പ്രാർത്ഥിക്കാം